വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് പരലോകത്ത് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിൻ്റെ വിശിഷ്ടരായ അതിഥികളായി അള്ളാഹുവിൻ്റെ വാഗ്ദാനമായ സ്വർഗപ്രവേശനത്തിന് വേണ്ടി ഇവിടെ നിന്ന് പണിയെടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് മനുഷ്യരോട് പ്രവാചകന്മാരെല്ലാവരും ഉപദേശിച്ചത്. അപ്പോൾ ഇവിടെ ഈ കർമ്മഭൂമിയിൽ എന്തെല്ലാം കർമ്മങ്ങളാണ് ചെയ്യേണ്ടതെന്നും ആ കർമ്മങ്ങൾ എങ്ങനെയാണ് അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ പ്രീതിക്കും പ്രതിഫലത്തിനും പാത്രമാകുന്നതിനെ കുറിച്ചിട്ടുള്ള 10 കാര്യങ്ങൾ വിശദീകരിച്ച ആയത്തുകളാണിത്. അപ്പം അതിൽ പ്രധാനപ്പെട്ടത് ഈ സൂറത്തിൻ്റെ പേര് പോലെ ഷൂറ, കൂടിയാലോചനയുടെ മഹത്വത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ വിഷയങ്ങൾ ഖുർആനിൽ ആകെ പറയപ്പെടുന്ന വിഷയങ്ങൾ പല വചനങ്ങളിലായിട്ട് മനുഷ്യൻ എങ്ങനെ ജീവിക്കണം, ഏതെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം കാര്യങ്ങളാണ് അവരുടെ ജീവിതത്തിൽ വിജയത്തിന് ആവശ്യമായത്, ആ കാര്യങ്ങളെക്കുറിച്ചും പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീണു പോകാവുന്ന അവസ്ഥകളിൽ നിന്ന് സൂക്ഷിക്കേണ്ടതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം മൊത്തത്തിൽ പരിചയപ്പെടുത്തുന്ന 10 കാര്യങ്ങൾ വളരെ ലഘുവായി എന്നാൽ വിശദമായ രൂപത്തിൽ വ്യാഖ്യാനിക്കേണ്ടുന്ന ആയത്തുകളാണിത്. ഈ വിഷയങ്ങളെക്കുറിച്ച് ഖുർആനിൽ പല സ്ഥലത്തും ഇതിൻ്റെ വിശദീകരണമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പണ്ഡിതന്മാർ പറയുന്നത് ഖുർആനിൻ്റെ ആകെ പറയപ്പെടുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു ആയത്തുകളിലേക്ക് ചുരുക്കി പറയുകയാണെങ്കിൽ അതിലെ പ്രധാനപ്പെട്ട 10 കാര്യങ്ങൾ ചുരുക്കി പറയുന്ന ഒരായത്തുകളായിട്ടാണ് മുഫസ്സിറുകൾ ഇതിനെ എണ്ണിയിട്ടുള്ളത്. ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് മനസ്സിലാക്കി ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നൊരു ആത്മവിചിന്തനം ചെയ്യുവാനായിട്ടാണ് ഇന്ന് ഈ ചർച്ച നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളിൽ നമ്മൾ എവിടെ നിൽക്കുന്നു, നമുക്ക് ഈ പറയപ്പെടുന്ന വിഷയങ്ങളിൽ ഒരു മാർക്ക് ഇടുമ്പോൾ നമുക്ക് എത്ര മാർക്ക് കിട്ടും? നമ്മൾ ഈ പറയപ്പെടുന്ന 10 കാര്യങ്ങളിൽ ഈ 10 ഒരു വിഷയത്തിന് 10 മാർക്ക് വെച്ചുമ്പോൾ 100 മാർക്ക് കിട്ടുമ്പോൾ പിന്നെ ഇടുകയാണെങ്കിൽ ഈ 100-ൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. കാരണം ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലേക്കും കടന്നു ചെല്ലുന്ന നിർദ്ദേശങ്ങളാണ്, അതേപോലെ തന്നെ ഗുണങ്ങളാണ്, സവിശേഷതകളാണ് ഇതെല്ലാം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഐഹിക ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഇത് ശാശ്വതമല്ല, നശിച്ചു പോകുന്ന ഒന്നാണ്. അപ്പോൾ ശാശ്വതമായ ഒരു ലോകത്തേക്ക് നശ്വരമായ ഈ ലോകത്ത് എന്തെല്ലാം ചെയ്തു വെച്ചാലാണ് ശാശ്വതമായ വിജയം ഭരിക്കാൻ കഴിയുക എന്ന് നമുക്ക് അറിയാൻ കഴിയും. അങ്ങനെ ശാശ്വതമായ ഒരു ജീവിതത്തിലേക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ കൈവരിക്കുക എന്നുള്ളതാണ് ഈ ആയത്ത് പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതും നാം ചെയ്യേണ്ടതും. അപ്പോൾ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിയുള്ള സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ബാധ്യത അതാണ് ഈ പിന്നെ പറയപ്പെടുന്ന ആയത്തുകളിൽ വിശദീകരിച്ചിട്ടുള്ളത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ വിശ്വാസപരവും കർമ്മപരവും അനുഷ്ഠാനപരവുമായ കാര്യങ്ങൾ ഉൾപ്പെടെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും ഇത് കവർ ചെയ്യുന്നുണ്ട്. ഈ പിന്നെ 36 മുതൽ 39 വരെയുള്ള പിന്നെ ആയത്തുകളിൽ ഒരു മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഷ്ഠാനങ്ങളിലും വിശ്വാസങ്ങളിലും കർമ്മപരമായും അവൻ്റെ സാമൂഹികവും മറ്റുമായ എല്ലാ ജീവിത വ്യവഹാരങ്ങളുമായി ഈ ആയത്ത് ബന്ധപ്പെട്ട് കിടക്കുന്നു. അപ്പോൾ ഈ ആയത്തിൻ്റെ പ്രാധാന്യമാണ് ഞാനിവിടെ പറയുന്നത്. അപ്പോൾ അതേ ഗൗരവത്തിൽ വേണം നമ്മൾ ഈ ആയത്തിനെക്കുറിച്ച് മനസ്സിലാക്കാൻ. അള്ളാഹു ഈ സർവ്വ ഗുണങ്ങളെയും ഇത് എടുത്തു പറഞ്ഞിട്ട് നമ്മുടെ വിശ്വാസവും കർമ്മങ്ങളും എങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചപ്പോൾ ഈ സവിശേഷതകളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് എന്നും സൂചിപ്പിച്ചിട്ടുണ്ട്. വഹി മൂലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചു കൊടുത്ത അള്ളാഹു മതപരമായ കാര്യങ്ങളിലല്ലാത്ത വിഷയങ്ങളിൽ സഹാബികളോട് കൂടിയാലോചന നടത്തുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി പറയാം. വഹി അയച്ചു കൊടുത്ത് അത് പിന്നെ കൃത്യമായി ലഭിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മതപരമായ വിഷയങ്ങളിലല്ലാത്ത കാര്യങ്ങളിൽ സഹാബികളുമായി കൂടിയാലോചന നടത്താൻ
അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഗൗരവമായ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മതപരമായ വിഷയത്തിൽ വഹി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിൽ ചർച്ചയൊന്നുമില്ല, അവിടെ കൂടിയാലോചനയില്ല, ഒന്നുമില്ല. ആ കാര്യം അള്ളാഹു നിർണിതമാക്കപ്പെട്ടതാണ്. അവിടെ ചോദ്യമോ അല്ലെങ്കിൽ മറ്റു കാര്യമോ അതല്ലാത്ത ജീവിതവുമായി ബന്ധപ്പെട്ട മതപരമല്ലാത്ത ലൗകിക വിഷയങ്ങളിൽ ഏതെങ്കിലും കാരണത്തിൽ കൂടിയാലോചന വേണമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു നിർദ്ദേശിച്ചു എന്ന് ചുരുക്കം. അത് നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകുന്തോറും നമുക്കത് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾ വളരെ ഗൗരവപൂർവ്വം ഈ വിഷയത്തെ കാണേണ്ട നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നൊരു വിഷയം കൂടിയാലോചനയുടെ മഹത്വവും അതിൻ്റെ നേട്ടവും എന്നുള്ളതിനെ കുറിച്ചാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഷൂറ എന്ന്. ഈ ഖുർആനിലെ ഇപ്പോൾ നമ്മൾ ഈ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന ആ സൂറത്തിൻ്റെ പേര് തന്നെ ഷൂറ എന്നാണ്. ഒരു ഖുർആനിലെ ഒരു സൂറത്തിൻ്റെ പേര് തന്നെ ഷൂറ എന്നിട്ടിട്ടാണ് അള്ളാഹു സത്യവിശ്വാസികളോട് സംസാരിക്കുന്നത്. അപ്പോൾ കൂടിയാലോചനയുടെ മഹത്വം എന്താണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്നും അതുകൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ആയത്തുകളിലൂടെ പഠിച്ചത്. ആ ആയത്തിൻ്റെ അർത്ഥം ഞാനൊന്ന് പറഞ്ഞുതരാം. ഫമാ ഊതീതും മിൻ ഷൈഇൻ ഫമതാഉൽ ഹയാത്തിദ് ദുനിയാ വമാ ഇൻദല്ലാഹി ഖൈറുൻ വഅബ്ഖാ ലില്ലദീന ആമനൂ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ വരുന്നത്, നിങ്ങൾക്ക് വല്ലതും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐഹിക ജീവിതത്തിലെ എന്ന് പറഞ്ഞാൽ ഈ ജീവിതത്തിലെ, അതായത് താൽക്കാലിക ജീവിതത്തിലെ വിഭവം മാത്രമാകുന്നു. അള്ളാഹുവിൻ്റെ പക്കലുള്ളത് കൂടുതൽ ഉത്തമവും കൂടുതൽ നീണ്ടു നിൽക്കുന്നതുമാകുന്നു. വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്തവർക്കുള്ളതത്രേ അത്. അപ്പം അതിൻ്റെ അർത്ഥം വളരെ കൃത്യമാണ്. നമ്മുടെ കയ്യിൽ ഇപ്പോൾ അള്ളാഹു ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഐഹിക ജീവിതത്തിലെ താൽക്കാലിക വിഭവം മാത്രമാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ, നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും നമ്മുടെ മറ്റു ഫാമിലിയും നമ്മുടെ മറ്റു എല്ലാ കാര്യങ്ങളും, ഇതെല്ലാം എന്താണ്? താൽക്കാലികമായിട്ട് അള്ളാഹു നമുക്ക് നൽകിയ വിഭവങ്ങളാണ്. ഇതിനേക്കാൾ എത്രയോ ഉന്നതമായ വിഭവങ്ങളാണ് അള്ളാഹുവിൻ്റെ പക്കലുള്ളത്. അത് ഉത്തമമാണ്, കൂടുതൽ നീണ്ടു നിൽക്കുന്നതുമാകുന്നു. നമുക്കറിയാം, നമുക്കിപ്പോൾ എന്തെല്ലാം അനുഗ്രഹങ്ങളാണെന്ന്. കണ്ണില്ലാത്തവർക്കറിയാം കാഴ്ചയുടെ വില, ചെവി കേൾക്കാത്തവർക്കറിയാം കേൾവിയുടെ വില, കയ്യും കാലുമെല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ വില അതില്ലാത്തവർക്കേ അറിയുള്ളൂ. കുടുംബം, ഭാര്യയും മക്കളുമൊക്കെ ഉള്ളവർക്കാണ് അതില്ലാത്തവരുടെ ആ ഒരു സന്തോഷവും ഇതെല്ലാം അറിയുന്നത്. അതേപോലെ തന്നെ സമ്പത്ത്, വാഹനം ഇല്ലാത്തവനാണ് വാഹനമുള്ളവരുടെ ആ ഒരു വില അറിയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും അതെല്ലാം ഈ ഭൂലോകത്ത് ആസ്വദിച്ചുകൊണ്ട് ജീവിക്കുന്ന നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം താൽക്കാലികമാണ്. ഏത് നിമിഷവും നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഈ അനുഗ്രഹങ്ങൾ. അള്ളാഹുവിൻ്റെ റസൂൽ കാര്യമായി മുഅ്മിനുകളെ പഠിപ്പിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അതായത് ലഭിച്ച അനുഗ്രഹങ്ങളൊന്നും നഷ്ടപ്പെടുത്തിക്കളയില്ലേ എന്ന് പറയുന്നൊരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജാഅതി നിഖമതിക വജമീഇ സഹതിക. അള്ളാഹുവിൻ്റെ റസൂൽ എപ്പോഴും പ്രാർത്ഥിക്കുകയായിരുന്നു, പഠിച്ചവനെ എനിക്ക് നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക, അള്ളാഹുവേ എൻ്റെ നിലവിൽ ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ അള്ളാഹുവിനോട് രക്ഷ തേടുന്നു. വതഹവ്വുലി ആഫിയതിക, ഞാനിപ്പോൾ അനുഭവിക്കുന്ന ഈ സൗകര്യങ്ങൾ, സുഖങ്ങൾ, ആസ്വാദനങ്ങൾ അതെല്ലാം മറിച്ച് കളയരുത്. പെട്ടെന്നായിരിക്കും ഇങ്ങനെ നിൽക്കുന്നത്, ഇപ്പോൾ നമ്മൾ വീഴുന്നു, ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു, നടന്നു പോയ നമ്മൾ കിടന്നു പോകേണ്ട അവസ്ഥയിലേക്ക് എത്തുന്നു. അത്തരം ആപത്തുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ ആപത്തുകളിൽ നിന്ന് കാത്തുരക്ഷിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ പ്രാർത്ഥിക്കാനും പറഞ്ഞു. വഫുജാഅതി നിഖമതിക, പെട്ടെന്നുള്ള നിന്റെ ശിക്ഷകളെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന സകലമാന ആസ്വാദനങ്ങളെയും ഒരു നിമിഷം കൊണ്ട് തകിടം മറിക്കുന്ന നിന്റെ ശിക്ഷയിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ റബ്ബേ എന്ന് പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു. നമ്മളോട് പ്രാർത്ഥിക്കാനും പറഞ്ഞിരുന്നു. വജമീയ സഹ്തിക, അവസാനം പറഞ്ഞത് നിന്റെ കോപത്തിന് പാത്രമാകുന്ന എല്ലാ കാര്യങ്ങളും, ഏതെല്ലാം കാര്യങ്ങളാണ് അള്ളാഹു
നിഷിദ്ധമാക്കിയത് അതുവഴി ഞാനത് പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ കോപത്തിന് പാത്രമാകുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളെ തൊട്ടും അള്ളാഹുവേ എന്നെ നീ കാത്തുരക്ഷിക്കണമേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. നമ്മൾ പറഞ്ഞത് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സുഖാസ്വാദനങ്ങളും ആഡംബരങ്ങളും അള്ളാഹുവിൻ്റെ പക്കൽ നിന്നുള്ള ഇതൊന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെടുത്തി കളയല്ലേ എന്നുള്ള പ്രാർത്ഥനയാണ്. ഇത് താൽക്കാലികമാണ് എന്നും കൂടി നമ്മൾ ഓർക്കുക. ഇനിയോ അള്ളാഹുവിൻ്റെ പക്കലാണ് ഏറ്റവും ഉത്തമമായതും നീണ്ടു നിൽക്കുന്നതുമായ ആസ്വാദനങ്ങൾ അല്ലെങ്കിൽ സൗകര്യങ്ങൾ എല്ലാം ലഭിക്കുന്നത്. ഇനി വിശ്വസിക്കുകയും തങ്ങളുടെ രക്ഷിതാവിൻ്റെ മേൽ ഭരമേൽപ്പിക്കുകയും ചെയ്തവർക്കുള്ളത് അത്ര അത്. ഈ വിഷയത്തെക്കുറിച്ച് ഒന്നും കൂടി നമുക്ക് വിശദീകരിക്കാനുണ്ട്. ഇനി അടുത്ത രണ്ടാമത്തെ ആയത്ത്, വല്ലദീന യജ്തനിബൂന കബായിറൽ ഇസ്മി വൽ ഫവാഹിഷ് വഇദാ മാ ഗളിബൂ ഹും യഗ്ഫിറൂൻ. മഹാപാപങ്ങളും നീചവൃത്തികളും വർജിക്കുന്നവരും കോപം വന്നാലും പൊറുക്കുന്നവരുമായിട്ടുള്ളവർക്കാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങളുള്ളതെന്ന് പറയുന്നു. അപ്പോൾ മഹാപാപങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്, നീചവൃത്തികൾ എന്തൊക്കെയാണെന്ന് വിശദീകരിച്ചിട്ടുണ്ട്. കോപം വന്നാലും, കോപം വരിക എന്നുള്ളത് സ്വാഭാവികമാണ്, അത് വന്നാൽ പൊറുക്കുന്നവരുമായിട്ടുള്ളവർക്കാണ് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് എന്നുള്ളതാണ്. ഇതും നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. അടുത്തത് പറഞ്ഞത് വല്ലദീന ഇസ്തജാബൂ ലിറബ്ബിഹിം വഅഖാമുസ്സലാത്ത വഅംറുഹും ശൂറാ ബൈനഹും വമിമ്മാ റസഖ്നാഹും യുൻഫിഖൂൻ. തങ്ങളുടെ രക്ഷിതാവിൻ്റെ ആഹ്വാനം സ്വീകരിക്കുകയും നമസ്കാരം മുറ പോലെ നിർവഹിക്കുകയും തങ്ങളുടെ കാര്യം തീരുമാനിക്കുന്നത് അന്യോന്യമുള്ള കൂടിയാലോചനയിലൂടെ ആയിരിക്കുകയും നാം നൽകിയിട്ടുള്ളതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്തവരാരോ അവർക്കും അള്ളാഹുവിൻ്റെ പക്കൽ ഏറ്റവും നല്ല പ്രതിഫലമുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിനെക്കുറിച്ച്. ഞാൻ എണ്ണി നോക്കിയപ്പോൾ 10 കാര്യങ്ങളാണ് ഈ 3 ആയത്തുകളിലൂടെ അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ഈ ആയത്തുകളിലൂടെ പറഞ്ഞതിൻ്റെ ഗൗരവം നമ്മൾ പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ആ 10 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ഈ 10 കാര്യങ്ങളിൽ എല്ലാ കാര്യവും ഒന്നും ചർച്ച ചെയ്താൽ തീരില്ല. അതിൽ പ്രധാനമായിട്ട് ഈ സൂറത്തിൻ്റെ പേരുള്ള വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ കാര്യം തീരുമാനിക്കുന്നത് അന്യോന്യമുള്ള കൂടിയാലോചനയിലൂടെ ആയിരിക്കുമെന്നുള്ള ഒരു വിഷയമാണ് കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ പറയപ്പെട്ട 10 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പഠിക്കാം. എന്തായാലും വല്ലദീന ഇദാ അസാബഹുമുൽ ബഗ്യു ഹും യൻതസിറൂൻ, തങ്ങൾക്ക് വല്ല മർദ്ദനവും നേരിട്ടാൽ രക്ഷാ നടപടി സ്വീകരിക്കുന്നവർക്കും. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. എവിടെയെങ്കിലും കിടന്ന് തല്ലുകൊണ്ട് ആരെങ്കിലും വന്ന് ഇടിക്കാൻ ആ ഒരു ഇടി കൊണ്ട് വെറുതെ ഇങ്ങനെ കഴുതയുടെ പോലെ ഇടി കൊള്ളണമെന്നും ഇസ്ലാമിലോ ഖുർആനിലോ പറഞ്ഞിട്ടില്ല. മറിച്ച് തങ്ങൾക്ക് വല്ല മർദ്ദനവും നേരിട്ടാൽ രക്ഷാ നടപടി സ്വീകരിക്കുന്നവർക്കും. എങ്ങനെയുള്ള രക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമ്മൾ പ്രവാചകന്റെ ചര്യകളിൽ നിന്നും സലഫുസ് സാലിഹികളിൽ നിന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. ഖുർആൻ പറഞ്ഞത് ഈ 10 കാര്യങ്ങളാണ്. അത് ഓരോന്ന് നോക്കുമ്പോഴും ഒന്നാമതായിട്ട് സത്യവിശ്വാസത്തെക്കുറിച്ചാണ് പറഞ്ഞത്. സത്യവിശ്വാസം സ്വീകരിക്കാത്തവർക്ക് പരലോകത്ത് യാതൊരു രക്ഷയില്ല. ഒരാൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിലും പ്രവാചകന്മാരിലും പറയപ്പെട്ട കാര്യങ്ങളിലൊന്നും ഇല്ലാതെ ഈമാൻ ഇല്ലെങ്കിൽ അവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക ഇല്ല എന്നുള്ളത് ഇസ്ലാമിലെ ഏറ്റവും ബേസിക്കായ അടിസ്ഥാനപരമായ ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് സത്യവിശ്വാസം സ്വീകരിക്കാത്തവർക്ക് പരലോകത്ത് യാതൊരു രക്ഷയുമില്ല. അവിശ്വാസികളുടെ യാതൊരു കർമ്മം അവിടെ സ്വീകാര്യമല്ലെന്നും അള്ളാഹു ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ഈ ആദ്യമേ കേട്ട ആയത്തിൻ്റെ ആ ആയത്ത് നമ്മൾ ഓർത്തിരിക്കണം. അതിൽ പറയുന്ന 10 കാര്യങ്ങൾ ഒന്ന് സത്യവിശ്വാസമാണ്. തുടർന്ന് പറയുന്ന മറ്റെല്ലാ ഗുണങ്ങളും, ഇനി പറയാൻ പോകുന്ന 9 കാര്യങ്ങളും സത്യവിശ്വാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ പറയപ്പെടുന്ന 10 കാര്യങ്ങൾ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ടത് സത്യവിശ്വാസമാണ്. സത്യവിശ്വാസം എന്ന് നമ്മൾ പറയുന്നത് ഈമാൻ. അപ്പോൾ എല്ലാ ആളുകൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള 9 കാര്യങ്ങളും തുടർന്ന് വരുന്നുള്ളൂ. ഈമാൻ ഇല്ലെങ്കിൽ ഈ 9 കാര്യവും പിന്നെ ഈമാൻ ഉൾപ്പെടെ 10 കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോകും എന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തത് കാര്യങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കൽ. നമ്മളെപ്പോഴും പറയണം തവക്കുൽ, അതാണ് ഈ പറഞ്ഞത്. അവനവൻ്റെ കഴിവിൽപ്പെട്ടതെല്ലാം പ്രവർത്തിക്കുകയും കഴിവിനപ്പുറമുള്ളത് ശുഭപ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടി അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് സമാധാനപ്പെടുകയും ചെയ്യുക. ഇതിനെപ്പറ്റിയും ഖുർആനിലും ഹദീസിലും
ഒരുപാട് പ്രശ്നം നമുക്ക് വിശദീകരിക്കാതെ തന്നെ അറിയാം. നമ്മൾ പറയാറുണ്ടല്ലോ ഈമാനും തവക്കലും വേണമെന്ന്. നമ്മളുടെ കഴിവിൽപ്പെടാത്ത കാര്യങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ബാക്കി നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. അതിനാണ് നമ്മൾ തവക്കുൽ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് വേണം തവക്കുൽ. ഒട്ടകത്തിന് അഴിച്ചു ഇട്ടിട്ട് ഒട്ടകത്തെ അള്ളാഹു നോക്കിക്കോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തവക്കുലല്ല, മറിച്ച് ഒട്ടകത്തിനെ കൃത്യമായി കെട്ടിയിട്ടിട്ട് വേണം തവക്കുൽ ചെയ്യാൻ. കെട്ടിയിട്ട് കഴിഞ്ഞിട്ട് ബാക്കി അള്ളാഹ് നോക്കിക്കോളും. അങ്ങനെ ജീവിതത്തിൻ്റെ ഏത് കാര്യവും, നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ശേഷം ബാക്കി തവക്കൽത്തു അലല്ലാഹ്. നമ്മളെപ്പോഴും പറയാറില്ലേ, നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ ജീവിതത്തിൻ്റെ സന്നിഗ്ധ ഘട്ടങ്ങളിൽ നമ്മൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഓരോ ഘട്ടങ്ങളിലും നമ്മൾ ചെയ്തിട്ട് നമ്മൾ ബാക്കി തവക്കൽത്തു അലല്ലാഹ്. മഞ്ചേരിയിലെ ഹിന്ദുക്കളായ വക്കീലന്മാർ പറഞ്ഞൊരു കാര്യം പണ്ട് മമ്മൂട്ടിയുടെ ജീവിതകഥ എഴുതിയപ്പോൾ, കാരണം മമ്മൂട്ടി വക്കീലായിട്ട് പോയത് മഞ്ചേരിയിലാണ്. അപ്പോൾ അവിടുത്തെ വക്കീലന്മാരുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ സിവിൽ കേസുകൾ കൂടുതൽ 20-25 വർഷമൊക്കെ നീണ്ടു നിൽക്കും. അങ്ങനെ നീണ്ടു നിന്നിട്ട് ഈ കേസ് തോറ്റുപോയാലും മുസ്ലിങ്ങൾ ആരും വക്കീലിനെ ചീത്ത പറയില്ല. വേറെ സ്ഥലത്തൊക്കെ ആണെങ്കിൽ വക്കീലിന് ഇടിയിട്ടു. കാരണം ഇയാൾ 10-20 വർഷം എൻ്റെ കാശും മേടിച്ച് പിന്നെ ഇത് നടത്തിയിട്ട് കേസ് തോറ്റെന്നുള്ള നിലക്ക്. അപ്പോൾ മഞ്ചേരിയിലുള്ള മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്തെ ഈ സിവിൽ കേസുകളും മറ്റു കേസുകളുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അവിടെയുള്ള അന്നത്തെ കാലത്ത് കൂടുതലും പിന്നെ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളായിരുന്നു വക്കീലന്മാർ. അവർക്ക് മുസ്ലിങ്ങളുടെ കേസെടുത്ത് തോക്കുന്നതിൽ വലിയ ടെൻഷനൊന്നുമില്ല. കാരണം തവക്കൽ തുറന്നാന്ന് പറഞ്ഞിട്ട് അവരവരെ പോകും. കാരണം നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ബാക്കി തവക്കൽ തുറന്നുള്ള ഒരു വിശ്വാസം അവരുടെ ജീവിതത്തിൽ മുഴുവനും ഉണ്ടായിരുന്നു എന്ന് സാന്ദർഭികമായിട്ട് ഞാൻ ഓർക്കുകയാണ്. അതേപോലെ തന്നെ പൊന്നാനിയിൽ നിന്ന്, ഇപ്പോൾ ഒരു പൊന്നാനിക്കാരനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ ഓർക്കണം, പൊന്നാനിയിൽ നിന്ന് പൊന്നാനി പിന്നെ ഞാൻ പോയിട്ടില്ലെങ്കിൽ അവിടുത്തെ ജീവിത സാന്ദർഭികമായിട്ട് ബുക്കുകളൊക്കെ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് കടത്ത് കിടന്നിട്ടാണ് അവർ മെയിൻലാൻഡിലേക്ക് വരുന്നത്. ഈ കടത്തിന് വന്നിരുന്നപ്പോൾ ഒരു വെറ്റില കച്ചവടം ഉണ്ടായിരുന്നു. അദ്ദേഹം തലേന്നത്തെ വെറ്റിലയും അന്നത്തെ വെറ്റിലയും, ഫ്രഷ് വെറ്റിലയും തലേന്നത്തെ വെറ്റിലയും മാറ്റി മാറ്റി വെക്കുമായിരുന്നു. വേണമെങ്കിൽ അതിൽ നിന്ന് പ്രത്യക്ഷത്തിൽ കാഴ്ചക്കാർക്ക് ഇന്നലത്തെ വെറ്റില ഏതാണ് ഇന്നത്തെ വെറ്റില ഒറ്റയടിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഈ മുസ്ലിമായ കച്ചവടക്കാരൻ, സത്യസന്ധനായ കച്ചവടക്കാരൻ വെറ്റില ഓരോ ദിവസത്തെയും ഫ്രഷ് അതിൻ്റെ തലേന്നത്തെ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ട് കച്ചവടം നടത്തുന്നപ്പോൾ പലരും അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കച്ചവടത്തിൽ ഇത്രയും സൂക്ഷ്മത പാലിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, ഇത് ഞാൻ അള്ളാഹുമായിട്ടുള്ളൊരു ഇടപാടാണ്, ഞാൻ അള്ളാഹുവിൽ വിശ്വസിക്കുകയും ഈമാനും തവക്കലും ഉള്ളതുകൊണ്ട് കച്ചവടത്തിൽ സൂക്ഷ്മത പാലിക്കേണ്ടതിനാൽ ഇന്നലത്തെ വെറ്റില ഇന്നലത്തേതും ഇന്നത്തെ വെറ്റില ഇന്നത്തേതുമായി കാണിക്കുന്ന പിന്നെ രാമനുണ്ണി എന്ന് പറയുന്ന എഴുത്തുകാരൻ പിന്നെ ഈ പൊന്നാനിയിലുള്ള ഒരു സാധാരണക്കാരനായ വെറ്റിലക്കാരൻ്റെ ജീവിത കഥ വ്യവഹരിച്ചപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം 99% മുസ്ലിങ്ങൾ അവരുടെ ജീവിതത്തിൽ ദീൻ പകർത്തിയിരുന്നു. അതും ഇങ്ങനെ പിന്നെ നടന്നുകൊണ്ടിരിക്കുന്നു. അവർ തവക്കലുള്ളവരാണ്, ഈമാനുള്ളവരാണ്. അവർ ഏത് മേഖലകളിലാണ് എന്നുള്ളത് ഒരു വിഷയമല്ല. അപ്പം അതുകൊണ്ട് കാര്യങ്ങൾ മുഴുവനും അള്ളാഹുവിൽ പരമേൽപ്പിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ക്വാളിറ്റി. ഇനി മൂന്നാമതായിട്ടും മഹാപാപങ്ങളിൽ നിന്ന്, മഹാപാപങ്ങളായിട്ട് സബഉൽ മുബിക്കാത്ത് അള്ളാഹുവിൻ്റെ റസൂൽ എണ്ണി പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ നിന്നും നീചവൃത്തികളിൽ ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി 3, 4 എന്ന് പറയുന്നത്. അപ്പം കർശനമായി വിരോധിക്കപ്പെട്ടിട്ടുള്ളതും ശിക്ഷാ നിയമങ്ങൾക്ക് വിധേയമായതുമായ എല്ലാ പാപങ്ങളും മഹാപാപത്തിൽ ഉൾപ്പെടുന്നു. മനുഷ്യത്വത്തിനും മാന്യതയ്ക്കും നിരക്കാത്ത നിന്ദ്യകൃത്യങ്ങളും അന്യന് അപമാനവും മാനനഷ്ടവും വരുത്തുന്ന നീചകൃത്യങ്ങളുമാണ് അൽ ഫവാഹിഷ്. നമുക്കറിയാം, 2-3 ആഴ്ചകൾക്ക് മുമ്പ് കണ്ണൂർ ഭാഗത്തു നിന്ന് ട്രെയിനിൽ തിരുവനന്തപുരത്തേക്ക് പോരുന്ന പാവപ്പെട്ടവരായ 2 പെൺകുട്ടികളെ മദ്യപിച്ച് മതോന്മത്തനായ ഒരാൾ ചവിട്ടി പിന്നെ ട്രെയിനിൻ്റെ പുറത്തേക്കിട്ട് ആ പെൺകുട്ടി ഇപ്പോഴും ICUവിൽ ബോധമില്ലാതെ കിടക്കുകയാണ്. ഇതിനെയൊക്കെയാണ് ഫവാഹിഷ് എന്ന് പറയുന്നത്. ഇന്നലെ നമ്മൾ കണ്ടു, പിന്നെ ഈ ഖുർആൻ ക്ലാസ്സിൽ പറയാവുന്നൊരു വിഷയമാണെന്നറിയില്ല, എന്നാലും 9 വയസ്സുള്ള മകളെ അമ്മ 2ാം അച്ഛന് തലയിൽ CCTV പിടിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് മോശപ്പെട്ട കാര്യങ്ങൾക്ക് കൂട്ടിക്കൊടുക്കുന്ന രൂപത്തിലേക്ക് പോകുന്നവരെയൊക്കെയാണ് അൽ ഫവാഹിഷിൻ്റെ ഗണത്തിൽ ഉൾപ്പെടുന്നത്. ഞാനിത് പറയുന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ മഹാപാപങ്ങളിൽ നിന്നും നീചവൃത്തികളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക എന്നുള്ളത്
മൂന്നാമത്തെയും നാലാമത്തെയും ക്വാളിറ്റി ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്കറിയാം, നമ്മൾ ഓരോ ദിവസവും പത്രത്തിലൂടെയും മീഡിയകളിലൂടെയും, അത് പിന്നെ വിഷ്വൽ മീഡിയയിലും റിട്ടൺ മീഡിയയിലും ഓരോ കാര്യങ്ങളും വരുന്നതിൽ ഈ ഫവാഹിഷിൻ്റെ കാര്യങ്ങൾ കൂടിക്കൂടി വരികയാണ്. മദ്യപിച്ച് അച്ഛനും മകനും തമ്മിൽ ഒരുമിച്ചിരുന്ന് മദ്യപിക്കുകയും പിന്നീട് അച്ഛൻ മകനെ കൊല്ലുകയും അല്ലെങ്കിൽ മകൻ അച്ഛനെ കൊല്ലുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതും. അപ്പോൾ ഫവാഹിഷ് എന്നതിൻ്റെ ഒരു വിശദീകരണം എന്ന നിലക്കാണ് പറയാം, അത് ഒഴിവാക്കുക. പിന്നെയോ നിസാരങ്ങളായ തെറ്റുകൾ, മനുഷ്യരെന്ന നിലക്ക് വന്നു പോകാവുന്ന തെറ്റുകളൊക്കെ അള്ളാഹു പുറത്തു തരും. അതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നതാണ്. അള്ളാഹു പറയുന്നതുണ്ട്, ഇൻ തജ്തനിബു കബാഇറ മാ തുൻഹൗന അൻഹു നുകഫിറു അൻകും സയ്യിആതികും വനുദ്ഖിലകും മുദ്ഖലൻ കരീമാ. അള്ളാഹു പറയണേ, ഈ വൻ കാര്യങ്ങളെ നിങ്ങൾ വിട്ടകന്ന് നിൽക്കുന്ന പക്ഷം നിങ്ങളുടെ തിന്മകളെ നിങ്ങൾക്ക് നാം മൂടിവെച്ച് പുറത്തു തരികയും നിങ്ങളെ നാം മാന്യമായ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. മനുഷ്യ സഹജമായി വന്നു പോകാവുന്ന തെറ്റുകൾ, ആ തെറ്റുകളെ അള്ളാഹു എന്തു ചെയ്യും? നിങ്ങൾക്ക് പുറത്തു തരും. എന്ത് ചെയ്യണം നിങ്ങളപ്പോൾ? അത് അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് പാപമോചനം നടത്തുകയും ചെയ്തു പോയ തെറ്റുകളെക്കുറിച്ച് ഏത് സമയവും അള്ളാഹുവിൻ്റെ അടുത്ത് പൊറുക്കലിനെ തേടുകയും പകരമായി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് പണ്ഡിതന്മാർ ആ വിഷയത്തിൽ സൂചന നൽകിയിട്ടുണ്ട്. ഇനി അടുത്തത്, അഞ്ചാമത്തെ കാര്യം, കോപം വന്നാൽ പുറത്തു കൊടുക്കൽ. സഹിഷ്ണുതയില്ലായ്മയിൽ നിന്നും പ്രതികാരവാഞ്ചയിൽ നിന്നുമാണ് കോപമുണ്ടാകുന്നത്. അപ്പോൾ കോപം അനുഭവപ്പെടുന്നവൻ തൻ്റെ പ്രതിയോഗിയുടെ നേരെ മാപ്പും വിട്ടുവീഴ്ചയും കൈക്കൊള്ളുന്ന പക്ഷം അതവൻ്റെ മാന്യതയും ഹൃദയവിശുദ്ധിയും പരിപക്വതയുമാണ് കാണിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കോപം ഉണ്ടാകില്ല, എനിക്ക് കോപമേ വരില്ല എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കോപമുണ്ടാകും. ഏതൊരു മനുഷ്യനും മനുഷ്യപ്രകൃതിയിൽപ്പെട്ടതാണ് കോപം വരിക എന്നുള്ളത്. അപ്പം അങ്ങനെ കോപം വന്നുമ്പോൾ അത് കടിച്ചു പിടിക്കുക, അതിനെ എന്ത് ചെയ്യുക? ആ സന്ദർഭത്തിൽ കോപം അടക്കി നിർത്തുക. അങ്ങനെ അടക്കി നിർത്തുമ്പോൾ അവർക്ക് വമ്പിച്ച പ്രതിഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു ഹദീസിൽ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു ഉദാഹരണം പറഞ്ഞെന്താണെന്നറിയാമോ? ലൈസ ഷദീദു ബിസ്സറഅ, മൽപിടുത്തത്തിൽ ആളെ വീഴ്ത്തുന്നത് കൊണ്ടല്ല ശക്തനാകുന്നത്. റെസ്ലിങ്ങിൽ ശക്തനായ ഒരാൾ മറ്റേ തൻ്റെ പ്രതിയോഗിയെ അടിച്ചിടുകയോ മറിച്ചിടുകയോ അല്ലെങ്കിൽ ഇടിച്ചിടുകയോ ചെയ്യുന്ന രൂപത്തിലുള്ള അതല്ല, അവനെയല്ല ശക്തൻ അല്ലെങ്കിൽ വീരൻ അല്ലെങ്കിൽ എന്താ പറയുക മൽപിടുത്തത്തിൽ ജയിക്കുന്ന ആളെന്നൊന്നും പറയുന്നത്. പിന്നെയോ ഇന്നമ ഷദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുമ്പോൾ സ്വാഭാവികമായി മനുഷ്യനുണ്ടാകുന്ന ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യം കഠിനമായി ഒതുക്കുന്ന അല്ലെങ്കിൽ മനസ്സിനെ സ്വാധീനിക്കാവുന്ന രൂപത്തിൽ നിന്ന് അതിനെ പിടിച്ചമർത്തുന്ന ആളാണ് ശക്തൻ, ബലവാൻ, ഫയൽവാൻ ബലവാൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ആളുകളെ റെസ്ലിംഗ് കോർട്ടിലോ അല്ലെങ്കിൽ സംസാരിച്ച് രണ്ടു കഴിഞ്ഞ ഉടനെ അടിച്ചിടുകയോ അല്ലെങ്കിൽ അയാളെ തെറി വിളിക്കുകയോ മാനസികവും ശാരീരികമായ അറ്റാക്ക് ചെയ്യുന്നതൊന്നും അല്ല ശക്തൻ. മറിച്ച് കോപം വരുന്ന സന്ദർഭത്തിൽ അത് ക്ഷമിക്കുകയും സഹിക്കുകയും കടിച്ചമർത്തുകയും ചെയ്യുന്നവനാണ് ശക്തൻ. അത് അഞ്ചാമത്തെ ക്വാളിറ്റി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത് 6, റബ്ബിന് ഉത്തരം ചെയ്യൽ. അള്ളാഹുവും അവൻ്റെ റസൂലും ഏത് കാര്യത്തിലേക്ക് ക്ഷണിച്ചാലും ആ ക്ഷണം സ്വീകരിക്കുകയും അത് തൻ്റെ ഇച്ഛയ്ക്കും ഇഷ്ടത്തിനും അനുകൂലമാകട്ടെ പ്രതികൂലമാകട്ടെ അതിനെ നിരുപാധികം പിൻപറ്റി അനുസരിക്കുകയും ചെയ്യണം. 5:03 സുബഹി ഇപ്പോൾ വാങ്ങ് കൊടുക്കുന്നത്. 5:03, 5:04, 5:05. ആ സമയത്ത് ഇപ്പോൾ നല്ല തണുപ്പാണ്, ബ്ലാങ്കറ്റൊക്കെ ഇട്ട് കിടക്കാനൊക്കെ ഒരു സുഖമുണ്ട്. എന്താണെങ്കിലും അതെ AC ഇടുന്നവർക്ക് പുറത്തെന്ത് തണുപ്പ് ഇല്ല, ചാത്തപ്പനെന്ത് മനുഷ്യരെന്ന് ചോദിച്ചാൽ. അപ്പോൾ ആ സമയത്ത് ആ ബ്ലാങ്കറ്റ് എന്നെടുത്ത് മാറ്റി ഒതുവൊക്കെ എടുത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. അന്നേരം ഇത് അള്ളാഹു എന്നോട് കൽപ്പിച്ചതാണ് എന്നുള്ളൊരു ബോധ്യത്തോടുകൂടി ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ഒതുവെടുത്ത് അള്ളാഹുവിൻ്റെ വേണ്ടി ഉത്തരം നൽകും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി നമസ്കരിക്കുക. അതാണ് അള്ളാഹുവിൻ്റെ റബ്ബിന് ഉത്തരം ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ ഏറ്റവും സിമ്പിളായ ഉദാഹരണം.
മറ്റൊന്ന് അസർ നിസ്കാരമാണ്. മിക്കവർക്കും പിന്നെ ജമാഅത്ത് നഷ്ടപ്പെടുന്നൊരു സമയമാണത്. ഞാൻ നിങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, പൊതുവേ ഒരു ഗൾഫിലുള്ള അവസ്ഥയാണ് പറയുന്നത്. അപ്പോൾ സുബഹിയും അസറും അങ്ങനെയുള്ള ജമാഅത്ത് നമസ്കാരങ്ങൾ ഇത് അള്ളാഹു എന്നോട് കൽപ്പിച്ചിരിക്കുന്നു, ഞാൻ അതിന് ഉത്തരം നൽകേണ്ടതാണ് എന്ന നിലക്ക് നമുക്ക് ഒരു പേടിയും അള്ളാഹുവിനോടുള്ളൊരു ഭക്തിയും ഈമാനികമായ ഒരു ആവേശവും എല്ലാം ഉള്ളതോടുകൂടി ചെയ്യുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിന് റബ്ബിന് ഉത്തരം ചെയ്യുന്നവരിൽ പെടുന്നത്. അങ്ങനെയുള്ള ഒരു കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടമല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടാവും, അതൊന്നും ഞാനിപ്പോൾ ഇവിടെ വിശദീകരിക്കുന്നില്ല. അത് ചെയ്യുമ്പോൾ നമുക്ക് ചില മടികളും ഉണ്ടാവും, അതൊന്നും പാടില്ല, കുഴപ്പമില്ല, അങ്ങനെയല്ല. അതിന് നമ്മൾ ഫത്വ അന്വേഷിക്കും. പണ്ട് ഒരാൾ പറഞ്ഞാൽ സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ ഭയങ്കര ഡൗട്ടായിരിക്കും. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ അത് നമ്മുടെ ഇച്ഛയ്ക്കും നമ്മുടെ ഇഷ്ടത്തിനെതിരാണെങ്കിൽ പോലും അതെല്ലാം അള്ളാഹുവിന് വേണ്ടി ചെയ്യുന്നു എന്ന് പറയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ ഉത്തരം ചെയ്യുന്നതാകും. ഇനി നമസ്കാരം നിലനിർത്തൽ, ഇവിടെ കൂടിയിരിക്കുന്നവരോട് നമസ്കാരത്തിൻ്റെ പോരിശയെക്കുറിച്ചും നിലനിർത്തുന്നതിനെക്കുറിച്ചും ഒരു ക്ലാസ് എടുക്കേണ്ട ഒരു ആവശ്യമില്ല, അല്ലേ? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കാര്യങ്ങൾക്ക് പരലോക ജീവിതത്തിൻ്റെ വിജയത്തിന് വേണ്ടി അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളിൽ ഏഴാമതായിട്ടാണ് അള്ളാഹു ഇത് അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതേ ഗൗരവത്തിൽ തന്നെയാണ് നമസ്കരിക്കണമെന്നല്ല പറഞ്ഞത്, നമസ്കാരം നിലനിർത്തണമെന്നാണ് പറഞ്ഞത്. എപ്പോഴെങ്കിലും നമുക്ക് ഒരു സൗകര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ നമ്മൾ പള്ളിയിൽ പോകുന്നു, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജോലിയില്ല, ഡ്യൂട്ടിയോ ഇല്ല, ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ കണ്ട് കഴിഞ്ഞു വെറുതെ ഇരിക്കുമ്പോൾ പള്ളിയിൽ നിന്ന് വാങ്കളിക്കുമ്പോൾ അങ്ങനെ പോകുന്ന അതല്ല പറഞ്ഞത്. കൃത്യമായി ഖാമസ്വലാത്താണ്, നമസ്കാരം നിലനിർത്തുന്ന സ്വഭാവമുള്ളവരായിരിക്കണം നമ്മൾ. നമ്മുടെ മറ്റു ചര്യൽ ബാങ്ക് വിളി കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏതെല്ലാം കാര്യങ്ങളിലാണോ നിലവിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, ഒഴിവാക്കാൻ പറ്റാത്ത അത്ര അത്യാവശ്യമുള്ള കാര്യങ്ങൾക്ക് പോലും നമസ്കാരത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് സഹീഹുൽ ബുഖാരിയിലും മുസ്ലിമിലും മുത്തഫഖുൻ അലൈഹിയായി വന്നൊരു ഹദീസ്, ഒരു പ്രാവശ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസർ ബാങ്കിന് ശേഷം കൂടെ ഉണ്ടായിരുന്ന അവരോട് പറഞ്ഞു, നിങ്ങൾ കാമത്ത് കൊടുക്ക്. അവ എല്ലാവരും ചോദിച്ചു, എന്താ റസൂലെ, നിങ്ങൾ ഇമാമ് നിൽക്കുന്ന സമയത്ത് നമ്മളോട് ഇക്കാമത്ത് കൊടുത്തിട്ട് നിങ്ങളെവിടെ പോകാമെന്ന് വെച്ചാൽ പറഞ്ഞ്, എൻ്റെ കയ്യിലൊരു വിറക് കഷ്ണം എടുത്തിട്ട് അതിൽ തീ കൊടുത്തിട്ട് പള്ളിയിലേക്ക് ജമാഅത്തിന് വരാതെ ഉറങ്ങിക്കിടക്കുകയും പള്ളിയിൽ വരാതെ അലസമായി നടക്കുന്നവരെയൊക്കെ വീടുകൾ കത്തിച്ചു കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത്രയും ഗൗരവമാണ് നമസ്കാരത്തിൽ. കൃത്യമായി നമസ്കരിക്കാതെ ഇരിക്കുന്നവരുടെ കാര്യമാണ് പറയുന്നത്. വല്ലപ്പോഴും നമസ്കരിക്കുന്നവരെ കുറിച്ചല്ല ഈ പറഞ്ഞത്. ഒട്ടും നമസ്കരിക്കാത്തവരെ കുറിച്ച് ഇതിനെക്കുറിച്ചൊന്നും വിശദീകരിക്കേണ്ടേ ആവശ്യമില്ല. കൃത്യമായി നമസ്കരിക്കാത്ത ആളുകൾ, അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങളെ പരിഗണിക്കാത്തവരും അവഗണിക്കുന്നവരുമാണ്. അള്ളാഹു നാളെ പരലോകത്ത് അവരെ പരിഗണിക്കുകയില്ല. അള്ളാഹുവിൻ്റെ പരിഗണന വേണമെന്നവർ കൃത്യമായി നമസ്കരിക്കണം. ഏഴാമത്തേതായിട്ട് പറഞ്ഞിരിക്കും. 8 ഇതാണ് നമ്മുടെ ഇന്നത്തെ വിഷയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. എന്താണത്? കാര്യങ്ങളിൽ അന്യോന്യം കൂടിയാലോചന നടത്തുക. വശൂറ ബൈനഹും, അവർ കാര്യങ്ങളൊക്കെ കൂടി ഒരാൾ സ്വന്തമായിട്ടൊരു അഭിപ്രായത്തിൽ സ്വേച്ഛാധിപതിയായിട്ട് ഒരു സ്ഥലത്ത് ഒന്നും ചെയ്തതാണ്. അത് വീട്ടിലാവട്ടെ, ഓഫീസിലാവട്ടെ, ഭരണരംഗത്താവട്ടെ, സംഘടനാ രംഗത്താവട്ടെ, മനുഷ്യൻ്റെ അഖില ജീവിതത്തിൻ്റെ രംഗങ്ങളിൽ എവിടെയും കൂടിയാലോചന വേണമെന്നാണ് ഖുർആൻ പറഞ്ഞത്. മനുഷ്യൻ്റെ പാരത്രികമോ മതപരമായ വശങ്ങളിൽ മാത്രമല്ല, ലൗകികവും ഭൗതികവുമായ വശങ്ങളിൽ പോലും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗുണമത്രേത്. മതകാര്യങ്ങളും തർക്കവും കക്ഷിവഴക്കും അവസാനിപ്പിക്കുന്നതിലും മതകാര്യങ്ങളും പൊതുകാര്യങ്ങളും നടപ്പാക്കുന്നതിലും ഭിന്നാഭിപ്രായങ്ങൾ യോജിപ്പ് വരുത്തുന്നതിലും നാനാമുഖങ്ങളായ പ്രശ്നങ്ങളെ നേരിടുന്നതിലുമെല്ലാം തന്നെ കൂടിയാലോചന എത്രമാത്രം പ്രയോജനകരമാണെന്ന് എടുത്തു പറയേണ്ടതില്ല. നമ്മുടെ ജീവിതത്തിൽ നിത്യം കാണുന്നതാണ്. നേരെ മറിച്ച് അത്യാവശ്യമായ തോതിലെങ്കിലും കൂടിയാലോചന നടത്തപ്പെടാതെ ഏകപക്ഷീയമായി കാര്യങ്ങൾ കൈയാളുന്നത് നിമിത്തമുണ്ടാകാറുള്ള ഭവിഷ്യത്തുകൾ പലപ്പോഴും വമ്പിച്ചതായിരിക്കും. അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിക്കുന്ന ആളായിരുന്നിട്ട് പോലും പ്രധാന വിഷയങ്ങൾ നേരിടുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി സഹാബികളുമായി അവയെപ്പറ്റി കൂടിയാലോചന നടത്തുക പതിവായിരുന്നു. വശാവിറുഹും ഫിൽ അംരി ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹ്. നീ അവരുമായി കാര്യത്തിൽ കൂടിയാലോചന നടത്തുക, കാര്യങ്ങളിങ്ങനെ ആലോചിക്കുക, എന്നിട്ടൊരു തീരുമാനത്തിലെത്തുക. അങ്ങനെ തീരുമാനത്തിലെത്തിക്കഴിഞ്ഞാൽ ഫഇദാ അസംത,
ഒരു തീരുമാനം എത്തിക്കഴിഞ്ഞാൽ ഫതവക്കൽ അലല്ലാഹ്, പിന്നെ ബാക്കി നിങ്ങൾ തവക്കൽ അള്ളാഹ് കിട്ടും. അപ്പോൾ ഒരു തീരുമാനം, ഇപ്പോൾ ഇവിടെ ഒരു സംഘടനാ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും കൂടി ആലോചിച്ചു, പല അഭിപ്രായങ്ങൾ പറഞ്ഞു. ആ അഭിപ്രായങ്ങളെല്ലാം പിന്നെ ഏകോപിപ്പിച്ചിട്ട് ഒരു തീരുമാനം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫതവക്കൽ അലല്ലാഹ്, പിന്നെ നിങ്ങൾ അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക, ആ തീരുമാനങ്ങൾ ബാക്കി അള്ളാഹ്ക്ക് വിട്ടുകൊടുത്തേക്കുക എന്നാണ് പറഞ്ഞത്. ഇനി കൂടിയാലോചനയുടെ പ്രാധാന്യത്തെയും സാഭിപ്രായം കൊണ്ട് തൃപ്തിയടയതിൻ്റെ ഭവിഷ്യത്തുകളെയും ചൂണ്ടിക്കാട്ടുന്ന പല ഹദീസുകളും കാണാവുന്നതാണ്. ഇമാം തിർമിദി ഉദ്ധരിച്ചിട്ടുള്ള ഒരു ഹദീസ് ഇക്കാലത്ത് വിശേഷിച്ച് പ്രത്യേകം ശ്രദ്ധാർഹമാകുന്നു. പല ഹദീസുകളുടെ അതിലൊരു ഹദീസ് മാത്രം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇദാ കാന ഉമറാഉക്കും ഖിയാറുക്കും വ അഗ്നിയാഉക്കും സംഹാഉക്കും വ അംറുക്കും ഷൂറാ ബൈനക്കും ഫളഹറൽ അർദു ഖൈറുൻ ലക്കും മിൻ ബത്നിഹാ വ ഇദാ കാന ഉമറാഉക്കും ശറാറുക്കും വ അഗ്നിയാഉക്കും ബഖ്ലാഅക്കും വ ഉമൂറക്കും ഇലാ നിസാഇക്കും ഫബത്നൽ അർദി ഖൈറുൻ ലക്കും മിൻ ളഹ്രിഹാ. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ്. നിങ്ങളുടെ അധികാരസ്ഥന്മാർ, അതായത് നമ്മളെ ഭരിക്കുന്ന ആളുകൾ, നിങ്ങളിൽ ഉത്തമന്മാരും നമ്മളിലുള്ള പണക്കാർ, നിങ്ങളിൽ ഔദാര്യവാന്മാരും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്കിടയിൽ കൂടിയാലോചിക്കപ്പെടുന്നവരുമാണെങ്കിൽ നിങ്ങൾക്ക് ഭൂമിയുടെ ഉൾഭാഗത്തേക്കാൾ അതിൻ്റെ ഉപരിഭാഗം ഉത്തമമായിരിക്കും. എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഖബറിനേക്കാളും നല്ലത് ഭൂമിയിൽ പിന്നെ ഈ പറഞ്ഞ 3 ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഭരിക്കുന്നവർ നല്ലവരാണ്, പണക്കാർ പിശുക്കൊന്നുമില്ലാതെ നല്ല നിലക്ക് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരും പിന്നെ എല്ലാ കാര്യങ്ങളും കൂടിയാലോചിക്കുകയും ചെയ്യണമെങ്കിൽ ഖബറിൽ പോകുന്നതിനേക്കാൾ നല്ല ജീവിതം പിന്നെ അള്ളാഹുവിൻ്റെ ഭൂമിയുടെ മുകളിൽ ജീവിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞു. ഇനിയോ ഈ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നിങ്ങൾ അധികാരസ്ഥന്മാർ നിങ്ങളിൽ മോശക്കാരും നിങ്ങളുടെ ധനികന്മാർ നിങ്ങളിൽ പിശുക്കന്മാരും നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ അടുക്കലുമായിരുന്നാൽ അപ്പോൾ ഭൂമിയുടെ ഉപരിഭാഗത്തേക്കാൾ അതിൻ്റെ ഉൾഭാഗം നിങ്ങൾക്ക് ഉത്തമമായിരിക്കും. ഇവിടെ സ്ത്രീകളെ കൊച്ചാക്കാൻ വേണ്ടി പറഞ്ഞാൽ മറിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ അവരുടെയും അഭിപ്രായം വേണം. പക്ഷേ ഒരു ഫൈനൽ തീരുമാനം വരുമ്പോൾ അത് കൂടിയാലോചനയുടെ ഏറ്റവും നല്ല അഭിപ്രായം എടുക്കുവാൻ ഒരു പക്ഷേ അവർക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല എന്ന നിലക്കാണ് പറഞ്ഞത്. സ്ത്രീകളെ മോശമാക്കാൻ വേണ്ടിയല്ല ഈ ഹദീസ് പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞതിൽ നിന്ന് വിഭിന്നമാണെങ്കിൽ ഭൂമിയിൽ ജീവിക്കുന്നതിനേക്കാളും നല്ലത് ഖബറിൽ ആകുന്നതാണ് എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇനി 9ാമത്തത്, നമ്മൾ 10 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഈ 9ാമത്തത് അള്ളാഹു നൽകിയിട്ടുള്ളതിന് ചെലവഴിക്കൽ. അള്ളാഹു നൽകിയതല്ലാതെ മനുഷ്യൻ്റെ പക്കൽ എന്താണുള്ളത്? ഒന്നുമില്ല. അപ്പം ഈ ഭൂവിഭവങ്ങളെല്ലാം ഉൽപ്പാദിപ്പിക്കുന്നതും മനുഷ്യൻ്റെ അധ്വാനം ഫലവത്താക്കുന്നതും അവൻ അധ്വാനിക്കുവാൻ കഴിവുണ്ടാക്കുന്നതും അതിന് തോന്നിക്കുന്നത് പോലും അള്ളാഹുവിൻ്റെ വകയാണല്ലോ. അതാണല്ലോ നമ്മൾ കാണുന്നത്. ഉരുളക്കിഴങ്ങ് ചൂടുവെള്ളത്തിലിട്ടാൽ അത് സോഫ്റ്റ് ആകും, അതേ ചൂടുവെള്ളത്തിൽ മുട്ട ഇട്ടാൽ അത് ഹാർഡും ആകും. അപ്പോൾ ഇത് രണ്ടും അള്ളാഹുവിൻ്റെ കഴിവ്. ഒരേ ചൂടുവെള്ളമാണ്, ഒരേ പിന്നെ 100 ഡിഗ്രി സെൽഷ്യസിലാണ് ഇത് രണ്ടും നമ്മൾ തിളപ്പിക്കുന്നത്. അതിലേക്ക് പൊട്ടറ്റോ ഇട്ടാൽ അത് സോഫ്റ്റ് ആകുന്നു, മുട്ട ഇട്ടാൽ അതെന്താകുന്നു? ഹാർഡാകുന്നു. അള്ളാഹുവിൻ്റെ വമ്പിച്ച മഹത്തായ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള ഒരു ഉദാഹരണം മാത്രം പറയും. അപ്പോൾ ഇത് മനുഷ്യർ കഷ്ടപ്പെടുകയും ഒരേ രൂപത്തിൽ പിന്നെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്ത പിന്നെ ആളുകൾക്ക് കിട്ടുന്ന റിസൾട്ട് വേറെ വേറെ ആയിരിക്കും. ഇതെല്ലാം അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹവുമായിരിക്കും. അപ്പോൾ മനുഷ്യൻ്റെ അള്ളാഹു നൽകിയിരിക്കുന്ന ഈ കാര്യങ്ങളിൽ അള്ളാഹുവിനോട് പിന്നെ തന്നിരിക്കുന്ന സമ്പത്തിൽ അത് വിനിയോഗിക്കുകയും മനുഷ്യൻ്റെ കടമ അള്ളാഹുവിനോട് നന്ദി കാണിക്കലുമാണ്. തന്ന സമ്പത്ത് ആർക്കും കൊടുക്കാതെ ഒന്നിനും ചെലവാക്കാതെ എനിക്ക് മാത്രം എന്നുള്ള നിലക്ക് ചെലവാക്കാതിരിക്കുക എന്നതല്ല, മറിച്ച് അള്ളാഹു നൽകിയ അനുഗ്രഹവും അള്ളാഹു നൽകിയ സമ്പത്തും ചെലവഴിക്കുകയും അള്ളാഹുവിനോട് മനുഷ്യരുടെ ആയിട്ടുള്ള കടമകൾ പൂർത്തീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹുവിനോടുള്ള നന്ദി കാണിക്കൽ. ഇനി അള്ളാഹു നൽകിയതെല്ലാം ചെലവഴിക്കണം അള്ളാഹു ഒരിക്കലും നിർബന്ധിക്കുന്നില്ല. 100% പിന്നെ ചെലവഴിച്ച് പട്ടിണി കിടക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഓരോരുത്തർ 100 രൂപ കിട്ടിയാൽ 2.5 രൂപയാണ് പിന്നെ സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത്. ബാക്കി 97.50 നമുക്കുള്ളതാണ്. അതാണ് അതിൽ ഏറ്റവും സിമ്പിളായിട്ട് പറയാനുള്ളത്. ഇനി വിനിയോഗിക്കപ്പെടുന്ന വിഷയത്തിൻ്റെ പ്രാധാന്യവും അനുസരിച്ച് ചെലവഴിക്കുക എന്ന് മാത്രമേ അള്ളാഹു ആവശ്യപ്പെടുന്നുള്ളൂ. 200 രൂപയുള്ള ഒരാൾ 20 രൂപ കൊടുക്കുന്നതും 20 രൂപയുള്ള ആൾ 10 രൂപ കൊടുക്കുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? 200 രൂപയുള്ള ഒരാൾ ഒരു പിന്നെ സംഭാവനക്ക് വരുമ്പോൾ 20 രൂപ കൊടുക്കുന്നു. 20 രൂപ മാത്രമുള്ള ഒരാൾ സംഭാവനക്ക് കൊടുക്കുമ്പോൾ 10 രൂപയുള്ള നോട്ടത്തിൽ അയാൾ 20 തന്നു, ഇയാൾ 10 തന്നു. ഓ, പക്ഷെ അതിൻ്റെ വാല്യൂ അള്ളാഹുവിൻ്റെ അടുത്ത് വമ്പിച്ച വ്യത്യാസമുണ്ട്. അത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക.
10-ാമത്തത് അന്യരിൽ നിന്ന് അതിക്രമം നേരിട്ടാൽ സ്വയം രക്ഷാ നടപടി എടുക്കൽ. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. ഏത് വിധേനയെങ്കിലും നമ്മളെ അടിച്ച് പുറത്താക്കണമെന്നുള്ള രൂപത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭത്തിൽ ആക്രമിക്കപ്പെടുകയോ കയ്യേറ്റം ചെയ്യപ്പെടുകയോ ചെയ്യുമ്പോൾ ഭീരുത്വവും ചപലതയും കാണിക്കാതെ ധീരവും സമർത്ഥവുമായ നിലയിൽ അതിനെ ചെറുക്കുകയും പ്രതികാര നടപടികൾ എടുക്കുകയും ചെയ്യുക. എതിരാളിയോട് പ്രതികാരം ചെയ്യാതെ മാപ്പ് നൽകുവാൻ പ്രോത്സാഹനം നൽകിക്കൊണ്ടുള്ള കൽപ്പനകളും ഇപ്പറഞ്ഞതും തമ്മിൽ വൈരുദ്ധ്യമൊന്നുമില്ല. വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥലത്ത് വിട്ടുവീഴ്ച ചെയ്യുക. വിട്ടുവീഴ്ച ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യാതെ അതിനെതിരെ പ്രതിരോധിക്കുക, അതിനെതിരെ പ്രതികാര നടപടി എടുത്താൽ അതും പ്രശ്നമാണ്. പ്രതികാര നടപടി എടുക്കേണ്ട സ്ഥലത്ത് പ്രതികാര നടപടി എടുക്കാതെ വിട്ടുവീഴ്ച ചെയ്താലും പ്രശ്നമാണ്. ഇനി ഇപ്പറഞ്ഞത് രണ്ടിൻ്റെയും സന്ദർഭങ്ങൾ വ്യത്യസ്തമാണ്. വ്യക്തിപരമായ കാര്യവും പൊതുകാര്യവും തമ്മിലും മാപ്പ് നൽകിയാൽ അതിന് കുറവുണ്ടാക്കുന്ന മാന്യനും കൂടുതൽ ധിക്കാരത്തിന് മുതിരുന്ന ദുഷ്ടനും തമ്മിൽ മാപ്പിനെ ദുർബലതയായി കണക്കാക്കുന്ന പ്രതിയോഗിയും ഔദാര്യമായി ഗണിക്കുന്ന പ്രതിയോഗിയും തമ്മിലും വ്യത്യാസമുണ്ടായിരിക്കും. ഒന്ന് ധീരതയാണെങ്കിൽ മറ്റേത് ഔദാര്യമാകുന്നു. ഒരു കവി ഈ തത്വമാണ് ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് കവി പറഞ്ഞത്? ഇദാ അൻത അക്രമത്തൽ കരീമ മലക്തഹു വഇൻ അൻത അക്രമത്തൽ ലഈമ തമറദാ فوضع الندى في موضع السيف بالغلاء مضر كوضع السيف في موضع الندى. മനുഷ്യനെ നീ മാനിച്ചാൽ നിനക്ക് അവനെ സ്വാധീനിക്കാം. നമ്മൾ ആളുകളെ റെസ്പെക്ട് ചെയ്താൽ ഗീവ് റെസ്പെക്ട് ഗെറ്റ് റെസ്പെക്ട് എന്നാണ് പൊതുവെ നമ്മൾ പറയുന്നത്. ഇനി ദുഷ്ടനെ മാനിച്ചാൽ അവൻ ധിക്കാരം പ്രവർത്തിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും റൗഡികളെയൊക്കെ മറ്റുള്ളവർ അവരുടെ മസിൽ പവർ കണ്ട് ആളുകളെ ബഹുമാനിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവരെ മാനിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ ധിക്കാരം കൂടിക്കൂടി വരും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി അതുകൊണ്ട് വാൾ ഉപയോഗിക്കേണ്ട സ്ഥാനത്ത് ഔദാര്യം പ്രയോഗിക്കുന്നത് ഔദാര്യത്തിൻ്റെ സ്ഥാനത്ത് വാൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപദ്രവകരമാകുന്നു. ഓരോന്നിനും സൂട്ടബിളായിട്ടുള്ള സൊല്യൂഷനാണ് വേണ്ടത്. മാന്യമായി പെരുമാറുന്നവരോട് മാന്യമായി പെരുമാറുക, മാന്യമല്ലാത്ത പെരുമാറ്റമുള്ളവരോട് ആ രൂപത്തിൽ പെരുമാറുക എന്നാണ് ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞത്. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. എന്താണ് അംറുഹും ഷൂറ ബൈനഹും? മനുഷ്യൻ്റെ പാരത്രികമോ മതപരമായ വശങ്ങൾ മാത്രമല്ല, ലൗകികവും ഭൗതികവുമായ വശങ്ങളിൽ പോലും വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഗുണമാണ് ഷൂറ ബൈനഹും എന്നുള്ളത്. തർക്കവും കക്ഷിവഴക്കും അവസാനിപ്പിക്കുന്നതിലും മതകാര്യങ്ങളും പൊതുകാര്യങ്ങളും നടപ്പാക്കുന്നതിലും ഭിന്നാഭിപ്രായങ്ങളിൽ യോജിപ്പ് വരുത്തുന്നതിലും നാനാമുഖങ്ങളായ പ്രശ്നങ്ങളെ നേരിടുന്നതിലുമെല്ലാം തന്നെ കൂടിയാലോചന എത്രമാത്രം പ്രയോജനകരമാണെന്ന് എടുത്തു പറയേണ്ടതില്ല. നേരെ മറിച്ച് അത്യാവശ്യമായ തോതിലെങ്കിലും കൂടിയാലോചന നടത്തപ്പെടാതെ ഏകപക്ഷീയമായി കാര്യങ്ങൾ കൈയാളുന്ന നിമിത്തമുണ്ടാകാറുള്ള ഭവിഷ്യത്തുകൾ പലപ്പോഴും വമ്പിച്ചതായിരിക്കും. അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിക്കുന്ന ആളായിരുന്നിട്ട് പോലും പ്രധാന വിഷയങ്ങൾ നേരിടുമ്പോഴെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി സഹാബികളുമായി അവയെപ്പറ്റി ഗൂഢാലോചന നടത്തുക പതിവായിരുന്നു. നിങ്ങൾക്ക് ബോറടിച്ചോ? മുന്നോട്ട് പോകാമല്ലോ. കാരണം ഈ വിഷയം ഇത്തിരി ഗൗരവമുള്ളതാണ്. അള്ളാഹുവിൽ നിന്ന് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും കാര്യങ്ങളിൽ മറ്റുള്ളവരുമായി കൂടിയാലോചന നടത്തുവാനാണ് അള്ളാഹു കൽപ്പിച്ചത്. അവിടുന്ന് അത് കൃത്യമായി പാലിച്ചിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് താൻ പറയുന്നത് ഞാൻ പറയും, നിങ്ങൾ കേൾക്കുക. യാതൊരു വിഷയത്തിൽ നിങ്ങൾ അഭിപ്രായങ്ങൾക്ക് വിലയില്ല എന്ന നിലപാടുന്ന ആയിരുന്നു സഹാബികളോട് പ്രവാചകന് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്നത്തെ രീതിയിൽ ഇസ്ലാം മുന്നോട്ട് പോകില്ലായിരുന്നു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടുന്ന കാര്യത്തിൽ മാത്രമാണ് ഖണ്ഡിതമായിട്ടുള്ള തീരുമാനങ്ങൾ പറഞ്ഞിരുന്നുള്ളൂ. മറ്റുള്ള മതപരമല്ലാത്ത ലൗകികമായ അല്ലെങ്കിൽ ദുനിയവിയായ വിഷയങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുമായി കൂടിയാലോചിച്ചിരുന്നു. ഇത് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. അതിനുമുമ്പ് അബൂ ഹുറൈറ റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ തൻ്റെ സഹാബികളോട് കൂടിയാലോചിക്കുന്നതിനേക്കാൾ കൂടിയാലോചിക്കുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലാണ് ഏറ്റവും കൂടുതൽ സഹാബികളുമായി കൂടിയാലോചിച്ചിരുന്ന വ്യക്തി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യുദ്ധരംഗങ്ങളിൽ ഒന്ന് രണ്ട് യുദ്ധത്തിൻ്റെ രംഗങ്ങൾ നമുക്ക് പറയാം. യുദ്ധരംഗങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളോട് കൂടിയാലോചിച്ചതിൻ്റെയും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിച്ചതിൻ്റെയും തെളിവുകൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും.
ബദർ യുദ്ധവുമായി ബന്ധപ്പെട്ടൊരു ഉദാഹരണം നമുക്ക് പറയാം. ബദർ യുദ്ധം നമ്മളെപ്പോഴും ചരിത്രത്തിൽ പഠിക്കുകയും ആവേശം ഉൾക്കൊള്ളുകയും ആ ബദർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഊർജം, പ്രത്യേക ഒരു ഉന്മേഷം വരുന്ന ഒരു ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു. അപ്പോൾ ആ യുദ്ധം നടക്കുന്ന സന്ദർഭത്തിലുണ്ടായ ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളും ബദർ യുദ്ധത്തിലുള്ള പുറപ്പാടിലാണ്. ഇഷാ നമസ്കാരമായപ്പോഴേക്കും അവർ ബദറിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി. ബദർ ഇപ്പോൾ ഉംറക്കും ഹജ്ജിനും ഒക്കെ പോയിട്ടുള്ളവർ ബദറിൻ്റെ സ്ഥലത്ത് മക്കയിൽ പോകുമ്പോൾ കാണാം. സാധാരണ ഉംറക്ക് പോകുന്നവർ അവിടെ ബദർ സന്ദർശിക്കാൻ പറ്റില്ല, അതിന് പ്രത്യേകമായിട്ട് പോകണം. കാരണം നമ്മളെ നോർമൽ റൂട്ടിലുള്ള സ്ഥലമല്ല ബദർ. അതിനായിട്ട് പ്രത്യേകമായിട്ട് 70 കിലോമീറ്ററോളം ഉള്ളിലേക്ക് കയറി പോകണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു വെള്ളമുള്ള സ്ഥലത്ത് ബദർ യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ പോരാടുന്ന ആ തലേ ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഇശാ നമസ്കാരത്തിൻ്റെ സമയമായപ്പോഴേക്ക് ബദറിൽ വെള്ളമുള്ള ഒരു സ്ഥലത്തെത്തി. അവിടെ നിൽക്കാൻ തീരുമാനിച്ചു. അപ്പോൾ പ്രവാചകൻ നമുക്ക് ഇവിടെ നിൽക്കാം, യുദ്ധം ചെയ്യാൻ നമുക്ക് ഇവിടെ നിൽക്കാം, നാളെ യുദ്ധത്തിന് വേണ്ടി നമുക്ക് യുദ്ധത്തിൻ്റെ ആ ഒരു അണികളെ സെറ്റപ്പ് ചെയ്യുന്ന രൂപത്തിലാണ് നിൽക്കാന്ന് പറഞ്ഞപ്പോൾ ഹുബാബ് ബിനുൽ മുന്തിർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, ഈ താവളം തിരഞ്ഞെടുത്തത് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണോ അതോ അങ്ങയുടെ സ്വന്തം അഭിപ്രായ പ്രകാരമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹുബാബ് ബിനുൽ മുന്തിർ ചോദിച്ചത്, അള്ളാഹുവിൻ്റെ റസൂലെ, ഇവിടെ നിൽക്കാനുള്ള ഈ തീരുമാനം ഇത് ആകാശത്ത് നിന്ന്, അങ്ങനെയാണ് ഹദീസിൽ പറഞ്ഞിരിക്കുന്നത്, ആകാശത്ത് നിന്നുള്ള തീരുമാനമാണോ അതല്ല അങ്ങയുടെ തീരുമാനമാണോ എന്ന് ചോദിച്ചു. അപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത് എൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ തീരുമാനമല്ല. അപ്പോൾ ഈ ഹുബാബ് ബിനുൽ മുന്തിർ ആ പ്രദേശത്തെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ഒരാൾ, മാത്രമല്ല യുദ്ധതന്ത്രജ്ഞനും കൂടി ആയിരുന്നു എന്നാണ് ഹദീസിൻ്റെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞു, ഇത് എൻ്റെ അഭിപ്രായമാണ് എന്ന് നബി പറഞ്ഞപ്പോൾ ഹുബാബ് അള്ളാഹിൻ്റെ ദൂതരെ, എങ്കിൽ ഇവിടെയല്ല നമ്മൾ നിൽക്കേണ്ടത്, അല്പം കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വെള്ളമുള്ള സ്ഥലത്തിൻ്റെ അപ്പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞു. അവിടെ കുഴിയുണ്ടാക്കിയിട്ട് വെള്ളം നിറക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്തിനേക്കാളും കുറച്ചും കൂടി നല്ലത് കുറച്ചുകൂടി മുമ്പിലേക്ക് പോയിട്ട് അവിടെ ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ഈ വെള്ളം നമുക്ക് അങ്ങോട്ട് വരുത്താം. മക്കക്കാർക്ക് നമ്മൾ ഇപ്പോൾ കുഴിച്ച് ഈ കാണുന്ന വെള്ളം നമ്മൾ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ മക്കക്കാർക്ക് വെള്ളം ലഭിക്കുകയില്ല, നമുക്ക് വെള്ളം ഉണ്ടാകുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ആ അഭിപ്രായം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. പിന്നെ ബദറിൽ എന്താണ് നടന്നതെന്ന് ചരിത്രത്തിൽ നമുക്ക് അറിയുകയും ചെയ്യാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹുബാബ് ബിനുൽ മുന്തിർ ചോദിച്ചത്, ഇത് ആകാശത്തുള്ളവൻ്റെ തീരുമാനമാണോ? എങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാം, കാരണം അള്ളാഹു തീരുമാനിച്ചത്. അതല്ല അങ്ങയുടെ സ്വന്തം തീരുമാനമാണോ എന്ന് ചോദിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, ഇത് എൻ്റെ തീരുമാനമാണ്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് നിന്ന് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഈ കാണുന്ന വെള്ളം അവിടെ ഒരു കുഴി ഉണ്ടാക്കി ആ കുഴിയിലേക്ക് വരുത്തുകയും ചെയ്താൽ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കാൻ ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അഭിപ്രായം സ്വീകരിച്ചു. കൂടിയാലോചനയിലൂടെ ഉണ്ടാകുന്ന തീരുമാനങ്ങളുടെ റിസൾട്ട് കൂടുതലും വിജയമായിരിക്കും എന്ന് തന്നെയാണ് ചരിത്രത്തിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. അലി റളിയല്ലാഹു എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് നമുക്ക് നോക്കാം. ഇനി രണ്ടാമത്തെ ഒരു വിഷയം, നമ്മൾ സൂറത്തുൻ നംലിൽ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ ബൽക്കീസ് രാജ്ഞിയെക്കുറിച്ച് ഇപ്പോൾ പഠിക്കുന്നുണ്ട്. അവർ സൂര്യനെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു സമൂഹത്തിൽ രാജ്ഞിയായി വാണിരുന്ന സന്ദർഭത്തിൽ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അവർക്ക് അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം അവർ കത്ത് കൊടുത്തു. അപ്പോൾ ആ കത്ത് കൊടുത്ത സന്ദർഭമാണ് ഈ കാണുന്ന കാലത്ത് യാ അയ്യുഹൽ മലൗ ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അലാ തഅലു അലാ അലയ്യ വഅതൂനി മുസ്ലിമീൻ ഖാലത്ത് യാ അയ്യുഹൽ മലഉ അഫ്തൂനി ഫീ അംരി മാ കുൻതു ഖാതിഅതൻ അംറൻ ഹത്താ തഷ്ഹദൂൻ. സുലൈമാൻ നബി അലൈഹിസ്സലാമയുടെ ആ കത്ത് കിട്ടിയ വിഷയമാണ് ബൽക്കീസ് രാജ്ഞി വിശദീകരിക്കുന്നത്. കാലത്ത് ആ രാജ്ഞി പറഞ്ഞു, യാ അയ്യുഹൽ മല, എൻ്റെ രാജകൊട്ടാരത്തിലെ പ്രമുഖന്മാരായ ആളുകളെ, ഇന്നി ഉൽക്കിയ ഇലയ്യ കിതാബുൻ കരീം, എനിക്കിതാ മാന്യമായ ഒരു എഴുത്ത് നൽകപ്പെട്ടു, എനിക്കൊരു കത്ത് കിട്ടിയിരിക്കുന്നു. എന്താണത്?
ഇന്നഹു മിൻ സുലൈമാൻ, അത് സുലൈമാൻ അലൈഹിസ്സലാം അയച്ചിരിക്കുന്നതാണ്. വഇന്നഹു, അതിലെഴുതിയിരിക്കുന്നതാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അലാ തഗ്ലൂ അലയ്യ വഅ്തൂനി മുസ്ലിമീൻ, എനിക്കെതിരിൽ നിങ്ങൾ അഹങ്കാരം കാണിക്കാതിരിക്കുകയും കീഴൊതുങ്ങിയവരായിക്കൊണ്ട് നിങ്ങൾ എൻ്റെ അടുത്ത് വരികയും ചെയ്യണമെന്നാണ് സുലൈമാൻ നബി ബൽക്കീസ് രാജ്ഞിക്ക് കത്തയച്ചത്. അപ്പോൾ അവർ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹു അല്ലാത്ത സൂര്യനെ ആരാധിക്കുന്ന ഷിർക്കൻ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്ന ഒരു സമൂഹത്തിൻ്റെ രാജ്ഞിയായിരുന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് സുലൈമാൻ നബി ഒരു കത്ത് വിട്ടപ്പോൾ അവരാ കത്ത് വായിച്ചെടുത്ത്, എനിക്കൊരു കത്ത് വന്നിട്ടുണ്ട്, ഇത് സുലൈമാൻ എന്ന പ്രവാചകൻ ഇതിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ കീഴൊതുങ്ങുക, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നതാണ്. എന്താണ്? എന്നിട്ട് പിന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. കാലത്ത് ആ രാജ്ഞി പറഞ്ഞു, യാ അയ്യുഹൽ മലൗ, എനിക്ക് വേണ്ടപ്പെട്ട മന്ത്രിസഭാംഗങ്ങളെ, പ്രമുഖരെ, അഫ്തൂനി ഫി അംരി, ഈ വിഷയത്തിൽ നിങ്ങൾ എനിക്ക് ഒരു അഭിപ്രായം പറയണം. മാ കുന്തു കാത്തിയഴുത്ത് നമ്പർ ഹത്ത തഷ്ഹദൂൻ, ഞാൻ എൻ്റെ രാജ്യപരമായ ഭരണപരമായ കാര്യങ്ങളൊന്നും എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ സ്വേച്ഛാധിപതിയായിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ എന്ത് നിലപാടുകൾ എടുക്കാമെന്ന് നിങ്ങൾ കൂടി ആലോചിച്ചിട്ട്, നമുക്ക് കൂടി ആലോചിച്ചിട്ട് ഒരു തീരുമാനമെടുക്കാമെന്ന് പറയുന്നു. അങ്ങനെ അവരവിടെ കൂടിയാലോചിച്ചു. പിന്നെ അത് ഇഫ്രീത്ത്, കുർസി, ഇത് അർഷ് കൊണ്ടുപോയ കഥകളൊക്കെ ഉണ്ട്. അതൊന്നും ഇപ്പോൾ വിശദീകരിച്ച് നമ്മൾ തീരില്ല, ഏകദേശം നമ്മുടെ സമയം തീരാറായിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ഒരു വിഷയം, ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് തന്നെ ബദർ യുദ്ധം നടക്കാൻ പോവുകയാണ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് സഹാബികളോട് ഒരു ചോദ്യം ചോദിച്ചു. ഉദുവത്തുൽ ഹുസ്ലായിലെ മണൽക്കുന്നിന് മുന്നിൽ ഖുറൈശികൾ സംഭടിച്ചു. ഇപ്പം ബദർ യുദ്ധം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ട്, ഒന്ന് മക്കയിലുള്ള ഖുറൈശികൾ 1000-ഓളം ആളുകൾ മുസ്ലിങ്ങളെ കൊല്ലാൻ വേണ്ടി വന്നു. മറ്റൊന്ന് മുസ്ലിങ്ങൾ ദുഹ്റാൻ താഴ്വരയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് കൂടിയാലോചിച്ചു, തെക്കോട്ട് വന്നുകൊണ്ടിരിക്കുന്ന അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവടക്കാരെയാണ് നമ്മൾ ആക്രമിക്കേണ്ടത്. ഈ വന്ന ആ താഴ്വരയിൽ താമസിക്കുന്ന, ഉദുവത്തുൽ ഖുസ്വയിൽ താമസിക്കുന്ന അല്ലെങ്കിൽ തമ്പടിച്ചിരിക്കുന്ന മക്കക്കാരെയാണ് നമ്മൾ നേരിടേണ്ടതെന്ന് ചോദിച്ചു. നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായോ? 2 വിഭാഗത്തെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിടാൻ പോകുന്നത്. ഒന്ന് അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘം, അതിൽ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, കച്ചവട സംഘങ്ങളുള്ളൂ. മറ്റൊന്ന് അബൂലഹബിൻ്റെ നേതൃത്വത്തിലുള്ള 1000-ഓളം ആളുകൾ വരുന്ന യുദ്ധത്തിനായിട്ട് പാട്ടും പാടി ഒട്ടകത്തിനെ കറുത്ത് തിന്ന് ഖുഷിയായി വന്ന് ഈ ഉദുവത്തുൽ ഹുസ്ല എന്ന് പറയുന്ന മണൽക്കുന്നിന് പിന്നിൽ നിൽക്കുന്ന അതിൽ ആരെയാണ് നമ്മൾ നേരിടേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അബൂബക്കർ സിദ്ദീഖ്, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായത്തോടാണ് യോജിച്ചത്. അവിടെ പലരും പല അഭിപ്രായം പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം എന്താണെന്നുണ്ടെങ്കിൽ ആ 1000-ഓളം വരുന്ന പട്ടാളക്കാരെ നേരിടുക എന്നാണ്. കച്ചവട സംഘത്തിനെ നമുക്ക് തൽക്കാലം ആക്രമിക്കേണ്ട അല്ലെങ്കിൽ അവരെ യുദ്ധത്തിൽ ഏർപ്പെടേണ്ട, മറിച്ച് ഈ 1000-ഓളം വരുന്ന ആളുകളുമായി ഏറ്റുമുട്ടാമെന്നാണ് പറഞ്ഞപ്പോൾ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകൾ നബിയുടെ അഭിപ്രായത്തോട് നിന്നു. കുറച്ച് ആളുകൾ അതല്ല, നമുക്ക് ഇത്രയും വലിയൊരു സൈന്യത്തോട് കേവലം 300-ൽ പരം ആളുകൾ ഏറ്റുമുട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വിജയസാധ്യത കുറവായിരിക്കും എന്നുള്ള കാര്യകാരണ സഹിതങ്ങളൊക്കെ അവർ അഭിപ്രായം പറഞ്ഞു. ആ സന്ദർഭത്തിൽ മിഖ്ദാദ് ബിൻ അസ്വദ്, മുഹാജിറുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന മിഖ്ദാദ് ബിൻ അസ്വദ് പറഞ്ഞു, അങ്ങയോട് അള്ളാഹു എന്ത് കൽപ്പിച്ചു അതിലേക്ക് അങ്ങ് പോയിക്കൊള്ളുക. അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹു താങ്കളോട് എന്താണോ കൽപ്പിച്ച് അതിൽ മുന്നോട്ട് പോവുക, ഞങ്ങൾ പുറകിലുണ്ടാവും. ഇസ്രായേൽ പണ്ട് മൂസാ നബിയോട് പറഞ്ഞ പോലെ നീയും നിൻ്റെ റബ്ബും പോയി യുദ്ധം ചെയ്യുക, ഞങ്ങളെവിടെ ഇരിക്കാമെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഒരിക്കലും പറയാം. അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് ഞങ്ങളുണ്ട് എന്ന് മുഹാജിറുകളുടെ നേതാവ് മിഖ്ദാദ് ബിൻ അസ്വദ് പറഞ്ഞു. അപ്പോൾ അൻസാരികളുടെ നേതാവായ സഅദ് ബിൻ മുആദും ഇതേ അഭിപ്രായം പറഞ്ഞു. അങ്ങയിൽ വിശ്വസിക്കുകയും അങ്ങ് കൊണ്ടുവന്നതിനെല്ലാം ശരിവെക്കുകയും അങ്ങേക്ക് പ്രതിജ്ഞ നൽകുകയും ചെയ്തവരാണ് ഞങ്ങൾ. ഈ സന്ദർഭത്തിൽ അങ്ങൊരു കടലിലേക്കാണ് ഇറങ്ങിപ്പോകുന്നെങ്കിൽ ഞങ്ങളും കൂടെ വരും. അതായത് അള്ളാഹുവിൻ്റെ റസൂലിനെ എന്ത് കാര്യത്തിലാണ് ഞങ്ങൾ ബൈഅത്ത് ചെയ്തത് അത് മുഴുവനും എന്തൊക്കെയാണോ എന്നുള്ളത് ഒന്നും നോക്കാതെ അള്ളാഹുവിൻ്റെ റസൂൽ എന്തെല്ലാം ചെയ്യുന്നു അതനുസരിച്ച് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രവാചകന് വളരെ സന്തോഷമായി. കാരണം ഈ നേരിടാൻ പോകുന്നത് ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ബദറിലെ
ആ യുദ്ധത്തിലെങ്ങാനും മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു പോയിരുന്നെങ്കിൽ ഇന്ന് ലോകത്ത് മുസ്ലിങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ ബദറിലെ വിജയത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനോട് മുഹാജിറുകളും അൻസാറുകളും പ്രകടിപ്പിച്ച ആ സ്നേഹാദരവുകളും ഐക്യവും അവരുടെ കൂടിയാലോചനകളെല്ലാം ലോകത്ത് ചരിത്രത്തിൽ വളരെയധികം വ്യക്തമായി പിൽക്കാലത്ത് വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കി പഠിക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള രൂപത്തിൽ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി അലി ബിൻ അബി താലിബ് പറഞ്ഞൊരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാല അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അൽ മുഷാവറ ഹുസ്നും മിൻ നദാമ വ അമനും അൻ മലാമ. കൂടിയാലോചന എന്ന് പറയുന്നത് ഈ കൂടിയാലോചിക്കാതെ നടത്തിയിട്ടൊരു കാര്യം പരാജയപ്പെട്ടു പോകുമ്പോഴുണ്ടാകുന്ന ഖേദത്തിൽ നിന്ന് സുരക്ഷിതവും ഭയത്തിൽ നിന്ന് നിർഭയത്വവും ലഭിക്കും. അപ്പോൾ ഒരാൾ ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് നടപ്പിലാക്കി ആ നടപ്പിലാക്കുന്നത് പരാജയപ്പെട്ടു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് മുഴുവനും ഖേദമായിരിക്കും. അന്ന് അങ്ങനെ തീരുമാനം എടുക്കേണ്ടിയില്ല, എൻ്റെ ഒരു തീരുമാനം വലിയ ഒരു മണ്ടത്തരമായി പോയി എന്ന് വന്നിട്ട് ജീവിതകാലം മുഴുവനും അയാൾക്കൊരു ഖേദമായിട്ട് വരും. അങ്ങനെ ഖേദിക്കാതിരിക്കാനും ചെയ്ത കാര്യങ്ങളിൽ മനാമ നമുക്കൊരു ഉറപ്പ് കിട്ടും. എന്ത്? എല്ലാവരും കൂടി ആലോചിച്ചിട്ട് തീരുമാനമല്ലേ, ആ തീരുമാനം നമുക്ക് ശക്തി പകരുകയും ചെയ്യുമെന്ന് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഭരണാധികാരികളും നേതാക്കന്മാരും സംഘടനയുടെ ആളുകൾ എല്ലാവരും കുടുംബത്തിലും എല്ലാവരും കൂടിയാലോചിക്കുക എന്ന് വളരെ സ്നേഹപൂർവ്വം ഉപദേശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മുടെ ഇരുത്തവും നമ്മുടെ ഒരുമിച്ച് കൂടലും സ്വാലിഹായ ഒരു അമലായി സ്വീകരിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ശാന്തിയും സമാധാനവും നൽകുമാറാകട്ടെ. നമ്മെ സ്നേഹിക്കുന്നവർ, ഇഷ്ടപ്പെടുന്നവർ, സഹായിക്കുന്നവർ എല്ലാവർക്കും അള്ളാഹു കരുണ ചെയ്യുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അവർ പ്രയാസങ്ങളെല്ലാം അള്ളാഹു നീക്കിക്കൊടുക്കുമാറാകട്ടെ. ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് അള്ളാഹു ജോലി ലഭിക്കുമാറാകട്ടെ. പരീക്ഷകളിൽ ഉടനെ തന്നെ അടുത്ത മാസം പരീക്ഷകൾ വരികയാണ്. ആ പരീക്ഷകൾ നേരിടുന്ന എല്ലാ വിദ്യാർത്ഥികളും പരീക്ഷയിൽ ഏറ്റവും നല്ലവണ്ണം എഴുതുവാനും അതിന് നല്ല മാർക്ക് ലഭിക്കുവാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിലെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പ്രയാസങ്ങളിൽ നിന്ന് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ ജന്നത വമാ ഖറബ ഇലൈഹാ മിൻ ഖൗലിൻ വ അമലിൻ വ നഊദു ബിക മിനൻ നാരി വമാ യുഖറബു ഇലൈഹാ മിൻ ഖൗലിൻ വ അമലിൻ. അല്ലാഹുമ്മ أصلح لنا ديننا الذي هو عصمة أمرنا وأصلح لنا دنيانا التي فيها معاشنا وأصلح لنا آخرتنا التي إليها معادنا. اللهم إني أعوذ بك من عذاب القبر ومن عذاب النار ومن فتنة المحيا والممات ومن فتنة المسيح الدجال. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. وصلى الله على خير خلقه محمد صلى الله عليه وسلم. سبحان ربك رب العزة عما يصفون وسلام المرسلين والحمد لله رب العالمين.